നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി. ഇന്ന് നമ്മൾ ഒലീവ് ക്യൂറിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കാണിക്കുന്നത്. ഒലീവ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും വെള്ളം മാറിക്കൊണ്ട് ഇപ്പം 12 ദിവസമായി വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ എല്ലാ ദിവസവും ഇതിൻ്റെ വെള്ളം മാറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്കതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞെങ്കിൽ വെള്ളം റിമൂവ് ചെയ്യുകയാണ്. അതിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ച് കളയുകയാണ്. നമുക്ക് വേറെ വെള്ളം ഒഴിച്ച് വയ്ക്കാം. എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യണം. ഞാൻ എല്ലാ ദിവസവും വെള്ളം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. 10 തൊട്ട് 14 ദിവസം വരെ ഇടാമെന്നാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ അപ്പം ഞാനിതിൻ്റെ വെള്ളം ഇങ്ങനെ മാറ്റിക്കളയുന്ന കണ്ടോ. ഏകദേശം ഈ വെള്ളമെല്ലാം ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓരോ ദിവസവും വെള്ളം ഊറ്റിക്കളയുന്നതനുസരിച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് മാറുന്നത് കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ദിവസത്തെയും ഞാൻ എടുത്തിട്ടില്ല. എല്ലാ ദിവസവും എടുത്തെങ്കിൽ പറയൂ, ചേച്ചി എന്തിനാ ഞങ്ങൾക്ക് വെള്ളം മാറ്റാൻ അറിയാമെന്ന് പറയത്തില്ലേ. വെള്ളം ഇന്ന് മാറ്റിക്കളഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല ക്ലിയർ വെള്ളം വന്നു. വെള്ളം ക്ലിയർ ആകുന്നതോടും വരെ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് ഒന്നെടുത്ത് നോക്കാം. കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന ഒരു ഒലീവ് ഞാൻ എടുത്തൊന്ന് കടിച്ചു നോക്കുവാണ് കേട്ടോ. അതിൻ്റെ കയ്പ്പൊക്കെ പോയോന്ന് അറിയാൻ വേണ്ടിയേ. അതിൻ്റെ കയ്പ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം. പക്ഷേ ഇതിന് വേറെ ടേസ്റ്റ് ഒന്നുമില്ല. ഇനി ഉപ്പുവെള്ളത്തിൽ കിടന്ന് ഇതിന് ടേസ്റ്റ് പിടിക്കണം എന്നത്. അപ്പം നമുക്കിനി ഉപ്പുവെള്ളം തയ്യാറാക്കാം. ബ്രൈൻ തയ്യാറാക്കാം, അതായത് ഉപ്പുവെള്ളം തയ്യാറാക്കാം. ഉപ്പുവെള്ളം തയ്യാറാക്കുന്നതിന് ഒരു പാർട്ട് ഉപ്പിന് 10 പാർട്ട് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പം ഞാനിത് ഈ കപ്പിനാണ് എടുക്കുന്നത്. ഈ കപ്പിന് 1 കപ്പ് ഉപ്പെടുക്കുകയാണെങ്കിൽ അത് കല്ലുപ്പാണ് എടുക്കുന്നത്. കല്ലുപ്പായിരിക്കും ഉത്തമം. അത് പ്രോസസ്സ് ചെയ്യാത്തതാണല്ലോ. അപ്പം ഈ കല്ലുപ്പ് എടുത്തിട്ട് ഈ കപ്പിന് 10 കപ്പ് വെള്ളമാണ് ഈ കപ്പിൻ്റെ അകത്തുള്ളത്. അപ്പം ഞാനത് മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ഡിസോൾവ് ചെയ്ത് അപ്പോൾ അതിനെ നമുക്ക് ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഉപ്പുവെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉപ്പുവെള്ളം അല്ലെങ്കിൽ ബ്രൈൻ തയ്യാറായിട്ടുണ്ട്. പിന്നെ നല്ല ചൂടുണ്ട് ഉപ്പുവെള്ളത്തിന്. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിലും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഉണങ്ങി സ്റ്റെറിലൈസ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓവൻ്റെ അകത്ത് 100 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് സ്റ്റെറിലൈസ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒലിവിനെ എല്ലാം ഈ ബോട്ടിലേക്ക് ഇട്ട് നമുക്ക് ബ്രൈൻ്റെ അകത്തിട്ട് വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇപ്പോൾ ഒലിവുകളെല്ലാം നമ്മൾ ബോട്ടിലിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. 2 ബോട്ടിൽ, കറക്റ്റ് 2 ബോട്ടിലാണ് നിറഞ്ഞു കിട്ടിയിരിക്കുന്നത്. നമുക്ക് ബ്രൈൻ ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോടുകൂടി തന്നെയാണ് ഈ ബ്രൈൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. മൂടി കിടക്കുന്ന പോലെ നിറച്ച് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കങ്ങ് അടച്ചു വയ്ക്കുകയും ചെയ്യും. അപ്പം നമുക്ക് 2 ബോട്ടിൽ ഒലിവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കൊണ്ടുപോയി അധികം വെളിച്ചം കിട്ടാത്ത സ്ഥലത്ത് വെക്കുക. എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് ഇതേ പിടിച്ച് കഴിയുമ്പോഴാണ് ഈ ഒലിവിനൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിനെ കൊണ്ടുപോയി സൂക്ഷിച്ച് വയ്ക്കാം. 4 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പുവെള്ളം മാറ്റി കൊടുക്കാം. 8 ആഴ്ച കഴിയുമ്പോൾ മുതൽ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. 1 വർഷം വരെ നമുക്ക് ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതുമാണ്.